ഇറാന് ശേഷം സമാനമായ രീതിയിൽ വനിതകളുടെ ഒരു വലിയ പ്രക്ഷോഭത്തിന് സിറിയയിലും കളമൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സിറിയയിൽ കെലഡോസ്കോപ്പിക് ആയിട്ടുള്ള സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രസിഡന്റ് ആയിട്ടുള്ള അസദ് അദ്ദേഹം റഷ്യയിലേക്ക് പറന്നിരിക്കുകയാണ്. അതിനുശേഷം അൽ ന്യൂജിൻ എന്ന് പറയുന്ന ഒരു വിമത ഭരണാധികാരി ഇപ്പോൾ അവിടെ അധികാരത്തിലേറാൻ പോകുന്നു എന്ന് നമ്മളെല്ലാവരും കേട്ടതാണ്. ഇപ്പോൾ അൽ ന്യൂജിൻ എന്ന് പറയുന്ന വിമത ഭരണാധികാരി സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും, നിങ്ങൾക്ക് ഇവിടെ യാതൊരുവിധ കുറവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെയുള്ള സ്ത്രീകൾ മനസ്സിലാക്കുന്നത് സിറിയയിൽ എപ്പോഴും ഭീകരവാദ ഭരണകൂടമാണ് അധികാരത്തിലേറുന്നത്. അസദ് അത്തരത്തിലുള്ള ഒരു ഭീകരവാദിയായിരുന്നു, ഏകാധിപതിയായിരുന്നു. ഇപ്പോൾ വരുന്ന അൽ ന്യൂജിനും അത്തരത്തിലുള്ള ഒരു ഭീകരവാദിയായി മാറാനുള്ള വലിയ രീതിയിലുള്ള സാധ്യതകളാണ് സ്ത്രീകൾ അവിടെ മുന്നിൽ കാണുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ വിമത ഭരണം കീഴടക്കാനായി അൽ ഖ്വയ്ദയും ISIS പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ തക്കം പാർത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത് ഇസ്രായേലിനും കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ വലിയ രീതിയിൽ സൈനിക താവളങ്ങൾ തകർത്തത്. തങ്ങളുടെ, അതായത് ഇസ്രായേലിന്റെ ശത്രുക്കളായിട്ടുള്ള അൽ ഖ്വയ്ദയും ISISന്റെ കയ്യിലേക്ക് സിറിയയിലെ ഭരണം പോയി കഴിഞ്ഞാൽ, അവരുടെ ആയുധങ്ങൾ പോയി കഴിഞ്ഞാൽ, സിറിയയുടെ സൈന്യത്തിന്റെ ആയുധങ്ങൾ പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് വലിയ തലവേദനയാകുമെന്ന് ഇസ്രായേലിന് അറിയാം. ഇതേ സംഭവം തന്നെയാണ് ഇപ്പോൾ അവിടെയുള്ള സ്ത്രീകളും പറയുന്നത്. ഭരണം അൽ ഖ്വയ്ദയുടെ കയ്യിലേക്കും ISISന്റെ കയ്യിലേക്കും പോകാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഒരു പ്രക്ഷോഭത്തിനായി അവിടെ ഒരുങ്ങിയേക്കുമെന്ന സൂചനകൾ ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വരുന്നു. നിലവിലുള്ള വിമത സർക്കാരിൽ സ്ത്രീകൾക്ക് വിശ്വാസമില്ല, അവിടെയുള്ള യുവതികൾക്ക് വിശ്വാസമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാധാരണ രീതിയിലുള്ള ഉറപ്പ് പോരാ എന്നും സ്ത്രീകൾ പറയുന്നു. നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, എത്രത്തോളം ഭീകരമാണ് അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്നുള്ളത്. സിറിയയിലെ സിറിയൻ നെറ്റ്വർക്ക് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. അവരുടെ 13ാമത്തെ ഒരു വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഹൃദയം പൊട്ടിപ്പോകുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. 13 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൽ അവിടെ സ്ത്രീകൾ നിരന്തരം കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു. അത് നിയമ നടപടികളില്ലാതെ, അറസ്റ്റ് വാറന്റ് പോലും ഇല്ലാതെ സ്ത്രീകളെ കുടുംബങ്ങളിൽ നിന്നും വലിച്ചഴച്ചു കൊണ്ടുവന്ന് കഴുത്തറുത്ത് കൊല്ലുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നൂറുകണക്കിന് സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി, അവരെ അനുസരിക്കാത്ത, കീഴടങ്ങാത്ത സ്ത്രീകളെ കുട്ടികളുടെയും ഭർത്താക്കന്മാരുടെയും മുന്നിലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. 2011 മുതൽ 11,268 സ്ത്രീകളാണ് അവിടെ നിന്നും കാണാതായിട്ടുള്ളത്. ഈ കാണാതായ സ്ത്രീകളിൽ 117 സ്ത്രീകൾ മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് തലയോട്ടി പിളർന്ന് അവരെ കൊന്നിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. 2024, അതായത് ഈ വർഷത്തെ കണക്കനുസരിച്ച് 1951 കുടുംബങ്ങളാണ് വടക്കൻ പടിഞ്ഞാറൻ സിറിയയിൽ നിന്നും ആ ഭാഗത്തു നിന്നും പലായനം ചെയ്തിരിക്കുന്നത്. ഇതിൽ 80% സ്ത്രീകളാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇറാനിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. ഇറാനിൽ ഹിജാബ് പ്രക്ഷോഭമായിരുന്നുവെങ്കിൽ ഇവിടെ സ്ത്രീകൾ തങ്ങളുടെ നിലനിൽപ്പിനായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് നടത്താനായി ഒരുങ്ങുന്നത്. ഇതോടുകൂടി പശ്ചിമേഷ്യയിൽ യഥാർത്ഥത്തിലുള്ള വിസ്മയം അല്ലെങ്കിൽ വസന്തം വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ പറയുന്ന, അതായത് നമ്മുടെ മാധ്യമങ്ങളടക്കം പറയുന്ന വിസ്മയവും വസന്തവും എന്നൊക്കെ പറയുന്ന അവിടെ ഭീകരവാദികൾ അധികാരത്തിലേറുന്നതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകൾ അവരുടെ ഉന്നമനത്തിനായി, പ്രക്ഷോഭത്തിനായി ഇറങ്ങുകയാണ്. ഇറാനിലടക്കം നമ്മൾ കണ്ടതാണ്. ഇറാനിലെ ഒരു സംഗീതജ്ഞ അവർ ഹിജാബ് ധരിക്കാതെ ഇറാനിലെ നിയമങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇറാനിൽ ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾക്ക് വധശിക്ഷ എന്ന നിയമം ഈ ഒരു സ്ത്രീയുടെ, അതായത് ഈ ഒരു സംഗീതജ്ഞയുടെ സ്ത്രീയുടെ ഇച്ഛാദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം അത് അവിടെയുള്ള സർക്കാർ ആ നിയമം വലിയ രീതിയിൽ പിൻവലിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൽ അയവ് വരുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നാലും രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇപ്പോഴുള്ള ഒരു നിരീക്ഷണം അനുസരിച്ച് സൗദി അറേബ്യ ഇത് നേരത്തെ കണ്ടിരുന്നു. സൗദിയിലും സമാനമായിട്ടുള്ള സ്ത്രീകളുടെ പ്രക്ഷോഭം ഉടലെടുക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് 2017 മുഹമ്മദ് ബിൻ സൽമാൻ വന്ന ശേഷം സ്ത്രീകൾക്ക് അവിടെ വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചത്. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചു. സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം അവർ ധരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അവരുടെ വസ്ത്രങ്ങൾ അവർ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലും സൗദി അറേബ്യക്കകത്ത് പല വിമത സ്വരങ്ങളും ഉയർന്നു, വിഘടനവാദ സ്വരങ്ങൾ ഉയർന്നു. അതിനെല്ലാം അടിച്ചമർത്തി മത പോലീസിനെ ഒതുക്കി മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന ഭരണാധികാരി മുന്നോട്ട് പോയി. പോരാത്തതിന് സ്ത്രീകളുടെ ഒരു ഫാഷൻ ഷോ, സ്വിം സ്യൂട്ട് ഫാഷൻ ഷോ തന്നെ 2024 മെയ് മാസം അവിടെ നടത്തുന്ന ഒരു കാഴ്ച കണ്ടതാണ്. ഇതോടുകൂടി സകല ആൾക്കാരും അമ്പരപ്പോടുകൂടി സൗദിയെ നോക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിന് അദ്ദേഹം പറയുന്ന ന്യായം, ഇനിയും ഈ മത നിയമങ്ങളെ, ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇനിയും ഈ മത നിയമങ്ങളെ കെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. സമാനമായിട്ടുള്ള ഒരു നീക്കം ഇപ്പോൾ സ്ത്രീകൾ മുൻകൈ എടുത്തുകൊണ്ട് പശ്ചിമേഷ്യയിൽ നടത്തുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശ്വാസമേകുന്ന ഒരു വാർത്ത തന്നെയാണ്.
പശ്ചിമേഷ്യയിൽ സ്ത്രീകൾക്കിടയിൽ എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഒരു തക്കം പാർത്തിരിക്കുകയാണ്. ഇസ്രായേലും സ്ത്രീകൾക്ക് ഇവിടെയുള്ള ആഭ്യന്തര യുദ്ധത്തിനായി ഈ സ്ത്രീകൾക്ക് പിന്തുണ കൊടുക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. ഇറാനിൽ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ സ്ത്രീകളുടെ കൂടെയാണ്. നെതന്യാഹു അടക്കം അവിടെ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ വിമോചനം നേടിത്തരും എന്നുള്ളതാണ്, ആ പഴയ ഇറാനെ കൊണ്ടുവരും എന്നുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സിറിയയിലും വലിയ പ്രക്ഷോഭത്തിനുള്ള കളമൊരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.